ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊടൈക്കനാലിലെ മൊയർ പോയിൻ്റ് എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ, ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗായ്സ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഗായ്സ്. ഇതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ്. ഇതിൻ്റെ മുകളിൽ കയറി എന്നാൽ കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറുകയാണ്. ഇത് കയറുന്നതിന് നല്ല തിരക്കുണ്ട് ഗായ്സ്, നല്ല തിരക്കുണ്ട് ഇവിടെ കയറുവാൻ. അങ്ങനെ കയറുന്നതിന് ഈ സൈഡിൽ കാണുന്നത് ദൃശ്യമാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല മുതിർന്നവരൊക്കെ എത്തുന്നുണ്ട് ഗൈസ്. എന്താ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കയറി എത്തുന്നുണ്ട് ഇതിൻ്റെ ദൃശ്യം കാണാൻ വേണ്ടി. അങ്ങനെ ഞാനൊന്ന് കയറി നോക്കിയതാ, അങ്ങനെ കാണുന്നുണ്ട്, നോക്കട്ടെ. എന്താ ഇതാണ് ഇതിൻ്റെ ദൃശ്യം. മനോഹരമായ ദൃശ്യം തന്നെയാണ് ഗൈസ്, നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ. അങ്ങനെ ഞാനതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ നിരവധി ബസ്സുകൾ എത്തുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബസ്സുകളാണ് ഇവിടെ എത്തിച്ചത്. നമ്മുടെ വലിയ ബസ്സൊന്നും ഇവിടേക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് നമ്മൾ ചെറിയ 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 ബസ്സുകളാക്കി വേണം ഇതിനെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കാണാൻ വേണ്ടി. അങ്ങനെ ഞാനിവിടെ എത്തുന്നുണ്ട്. മുതിർന്നവരൊക്കെ എത്തുന്നുണ്ട് ഗൈസ്. നല്ല ഇങ്ങനെ ചെറുപ്പക്കാരായാലും ശരി എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്, എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ ഈ കാണുന്ന ഈ മഞ്ഞയും പച്ചയും കാണുന്ന ഇതാണ് മൊയർ പോയിൻ്റ്. അതായത് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, അതാണ് മൊയർ പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഞാനിവിടെ നോക്കുന്നത് നിരവധി ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ക്യാമറമാൻസൊക്കെ അലൗഡാണ് ഗൈസ്. ഫോട്ടോ ഇതെല്ലാം ഉണ്ട്. നല്ലൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലമായ പൈൻ ഫോറസ്റ്റിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഗൈസ്. പൈൻ ഫോറസ്റ്റിലേക്കുള്ള പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ. ഇതാണ് പൈൻ ഫോറസ്റ്റ്. ഇതാണ് പൈൻ ഫോറസ്റ്റ്. നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ്. പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഒക്കെ നടന്നു നീങ്ങാം. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല സ്ഥലമാണ് ഗൈസ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായും കൊടൈക്കനാൽ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നല്ലതാണ് ഗൈസ്. ഇവിടെ ഉള്ള ഒരു പ്രധാന സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിരവധി ആളുകൾക്ക് എത്തിച്ചേരുന്നുണ്ട് ഗൈസ്. നല്ല ഒന്നും കാണാനില്ലെങ്കിൽ പോലും തന്നെ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. നിങ്ങളൊന്ന് ആസ്വദിച്ചറിയുക ഗൈസ്. ഇതിവിടെ വന്ന് നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കുക ഗൈസ്. അതാണ് നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാനും ഇങ്ങനെ കുറച്ച് ആസ്വദിക്കട്ടെ ഗൈസ്. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഇതാ ഇവിടെ ടൈഗറൊക്കെ ഉണ്ട് ഗൈസ്. ടൈഗർ. പക്ഷേ ടൈഗറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 10 രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഗൈസ്. അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ദൃശ്യങ്ങളും ഇങ്ങനെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇങ്ങോട്ടും ഇങ്ങോട്ടും പാരാ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലമായ പില്ലാർ റോക്സ്, അതേ റൂട്ടിൽ തന്നെയാണ് ഈ പില്ലാർ റോക്സ് എന്ന് പറയുന്നത്. ഈ പില്ലാർ റോക്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്നോ അറിയില്ല, എന്നാൽ നമ്മൾക്ക് നോക്കാം കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നമ്മൾ പില്ലാർ റോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആ കാണുന്ന സംഭവമാണ് പില്ലാർ റോക്സ്. ഇത് ഈ മനുഷ്യനല്ല, അതിൻ്റെ മുന്നിലുള്ള സംഭവമാണ്. ഈ കോടമഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അവിടെ ഒരു റോക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സംഭവമാണ് പില്ലാർ റോക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ ഫുള്ള് കോടമഞ്ഞ് കാരണം ഫുള്ള് ഒന്നും കാണാൻ കഴിയാത്തൊരു സംഭവമാണ്. ഈ പില്ലാർ റോക്സൊക്കെ നല്ല ഭംഗിയിൽ കാണേണ്ട ഒരു സംഭവമാണ്. ഈ മഞ്ഞ് മൂടുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കാണാൻ കഴിയുന്നില്ല ഗൈസ്. അങ്ങനെ ഇവിടെ നിരവധി കച്ചവടങ്ങളുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഈ പില്ലാർ റോക്സിലെ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ തന്നെ നിരവധി ആൾക്കാരും എത്തുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവിടുത്തെ കണക്കില്ലെങ്കിൽ പോലും അധികം ആൾക്കാർ എത്തുന്നുണ്ട് ഇവിടെ. പർച്ചേസിങ്ങിനാണ് കൂടുതൽ ഇവിടെ എത്തുന്നുണ്ട്. നിരവധി മുട്ടായികളാകട്ടെ, അങ്ങനെ പലതരം ബാഗുകൾ, കുപ്പായങ്ങൾ, അങ്ങനെ നിരവധി കച്ചവടങ്ങൾ, തൊപ്പി, അങ്ങനെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. ഇങ്ങനെ ഇവിടുത്തെ ഒന്ന് കച്ചവടം ഒന്ന് കാണാമെന്ന് വെച്ച് ഇങ്ങനെ നടന്നതാണ് ഗൈസ്. വയ്യോരത്തിൽ നിരവധി കച്ചവടങ്ങൾ ആണ് മുട്ടയെ കൊണ്ടുള്ള ഗൈസ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഗൈസ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വലിയ സൈഡിൽ നിങ്ങൾ കാണുന്നതൊക്കെ ഗോൾഫ് കോർട്ടാണ് ഗൈസ്. ഇതിലെ സ്ഥലത്ത് പോകുന്ന നമ്മുടെ അടുത്ത സ്ഥലം പറയുന്നത് ഇവിടെ സൂസൈഡ് പോയിൻ്റ് എന്നൊരു സ്ഥലമാണ്. ഈ സൂസൈഡ് പോയിൻറ്റിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഈ നമ്മുടെ
ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഗോൾഫ് കോർട്ടാണ്. നിരവധി ഗോൾഫ് കോർട്ടുകളാണ് ഈ പോകുന്ന വഴിയിലെ യാത്രയെന്ന് കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രീൻ വാലി വ്യൂ എന്ന സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സൂയിസൈഡ് പോയിന്റ് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട്, ഈ കച്ചവടത്തിൻ്റെ ഉള്ളിലേ തന്നെയാണ് എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടതെന്ന് ഞാൻ വേണ്ടി പറയാം. ഈ കച്ചവടത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നമുക്ക് തന്നൊരു സ്ഥലമാണ് സൂയിസൈഡ് പോയിന്റ്. ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് നടക്കുന്ന വഴിയാണ് ഗൈസ്. അപ്പോൾ സൂയിസൈഡ് പോയിന്റ് വഴി നടക്കുന്ന വഴി നിരവധി കച്ചവടങ്ങൾ പറഞ്ഞാൽ കച്ചവടങ്ങൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെയിൻ ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മേടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരു സംഭവമാണിത്. സൈഡിലൊക്കെ നിരവധി കച്ചവടങ്ങളുണ്ട്, ഇഷ്ടംപോലെ കച്ചവടങ്ങളുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നതുണ്ടല്ലോ, ഇതിൻ്റെ താഴേക്ക് നോക്കുന്നത്. ഇതാണ് ഒരു സൂയിസൈഡ് പോയിന്റ്. ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് ഉറച്ചിട്ടുണ്ട്. താഴെ നോക്കി ഒന്നും കാണാൻ കഴിയില്ല ഗൈസ്. അത്രയും മുകളിലേക്കാണ് ഇവർ നിൽക്കുന്നത്, അത്രയും മുകളിലാണ്. എന്താ ചെറിയൊരു പോയിന്റ് ഒന്നുമില്ല, കാണാനൊന്നുമില്ല താഴേക്ക്. ഇതാണ് ഒരു സൂയിസൈഡ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് കാണേണ്ടത്, പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. നിരവധി ഇങ്ങനെ കോടമഞ്ഞ് മൂടിയത് കാരണം ഒരു സാധനം കാണാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് സൂയിസൈഡ്. അതായത് ഇപ്പോൾ എനിക്ക് ചെറിയ ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ മനോഹരമായ സംഭവമാണ് ഇവിടെ സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാനങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിഞ്ഞ് നോക്കി, എന്നാൽ കിട്ടിയില്ല. അങ്ങനെ ഇവിടെ നിരവധി വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. മടങ്ങുകയാണ് ഗൈസ്. കോട്ടക്കര അങ്ങ് മടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ സിൽവർ കാസ്കേഡ് ഫാൾസ് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നത്. കാസ്കേഡ് ഫാൾസ്, സിൽവർ കാസ്കേഡ് ഫാൾസ്. അപ്പോൾ ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടമാണ് ഗൈസ്. നമ്മളിവിടെ നിൽക്കാൻ നിന്നില്ല, അത്രയും ആളുകൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് ആകുന്നത് കാരണം ഇവിടെ നിന്നില്ല. അപ്പോൾ നമ്മുടെ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത സ്പോട്ടിലേക്ക് എത്തേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് നീങ്ങുകയാണ് ഗൈസ്. സിൽവർ കാസ്കേഡ് ഫാൾസ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇറങ്ങി അടുത്ത സ്പോട്ടായി നമുക്ക് അടുത്തതായി പോകേണ്ടത് രാമേശ്വരം എന്നൊരു സ്ഥലത്തേക്കാണ്. ഏകദേശം രാമേശ്വരം, ധനുഷ്കോടി എന്നൊരു സ്ഥലത്തേക്കാണ് അടുത്തതായി നമുക്ക് പോകേണ്ടത്. അങ്ങനെ രാമേശ്വരത്തേക്കുള്ള യാത്രക്കിടെയാണ് നിരവധി ദൂരമുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയാണ് രാമേശ്വരം എന്നൊരു സ്ഥലം നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയിലെ കാഴ്ചയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഗൈസ്. അങ്ങനെ പോകുന്ന വഴിയിൽ നിരവധി കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല മനോഹരമായ റോഡ് തന്നെയാണ്. ഇവിടുന്ന് അവിടേക്ക് ഹൈവേ ആണ് ഗൈസ്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു റോഡാണ്. ഇതേപോലെ തന്നെ ആ മലയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. എന്നാൽ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇതൊരു ഹൈവേ ആണ് ഗൈസ് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് നമ്മൾ രാമേശ്വരത്തേക്ക് പോവുകയാണ്. അങ്ങനെ നല്ല അതിശക്തമായ മഴയാണ് ഗൈസ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.